ഈ സദസ്സിലേക്ക് നോക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷവുമുണ്ട്, അതോടൊപ്പം വലിയ ഭയവുമുണ്ട്. കാരണം എല്ലാം ക്വാണ്ടിറ്റി കുറവാണെങ്കിലും ക്വാളിറ്റിയുള്ള ഒരു സദസ്സാണ് എന്ന് ഞാൻ അറിയും. അതുകൊണ്ട് ഇതൊരു പ്രസംഗമോ നിങ്ങളെ പഠിപ്പിക്കാനുള്ള ശ്രമമോ അല്ല, മറിച്ച് PS സൈദ് മുഹമ്മദിനെ ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ എങ്ങനെ കാണുന്നു, എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനെ കുറിച്ച് ഏതാനും വാക്കുകൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തേണ്ടത് സൈദ് മുഹമ്മദിൻ്റെ സഹകാരികൾ, അദ്ദേഹത്തോട് കൂടെ ദീർഘകാലം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള ജമാൽ കൊച്ചങ്ങാടിയാണ്. ഈ ജമാൽ കൊച്ചങ്ങാടിയെ പോലെ തന്നെ സൈദ് മുഹമ്മദുമായി ബന്ധപ്പെട്ട് ഏറെക്കാലം പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു എൻ്റെ പിതാവ്. എനിക്ക് സൈദ് മുഹമ്മദ് സാഹിബിനെ കുറിച്ചുള്ള അറിവുകൾ ലഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഞാൻ കാണാതെ തന്നെ ആ കുടുംബത്തിൽ ഓരോ മക്കളെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും ഒക്കെ എനിക്ക് മനസ്സിൽ സങ്കല്പിക്കാൻ സാധിക്കുമായിരുന്നത് എൻ്റെ പിതാവ് എനിക്ക് നൽകിയിരുന്ന ചിത്രങ്ങളായിരുന്നു. അദ്ദേഹം എവിടെ പോയി വരികയാണെങ്കിൽ പറഞ്ഞ് ഞാൻ എവിടെ 2-3 ദിവസം കഴിഞ്ഞ് 4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരുള്ളൂ. വരുമ്പോൾ പറഞ്ഞ് ഞാൻ കൊച്ചിയിലായിരുന്നു, എറണാകുളത്തായിരുന്നു, സൈദ് മുഹമ്മദ് സാഹിബിൻ്റെ അവിടെ ആയിരുന്നു, അവിടെ ടീച്ചർ ഇന്ന വിഭവങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അത് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ സൽക്കാരപ്രിയനായിരുന്നു സൈദ് മുഹമ്മദ് സാഹിബ് എന്നറിയാം. അപ്പോൾ അങ്ങനെയുള്ള വിവരം. രണ്ടാമതൊരു വിവരം ഈ ഇദ്ദേഹത്തെക്കുറിച്ച് പലപ്പോഴും കിട്ടാറുള്ളത്, ഈ വയനാറിൽ നിന്ന് കൊണ്ടോട്ടിക്കടുത്തുള്ള പുളിക്കൽ വന്ന് താമസമാക്കി ഈ പത്രപ്രവർത്തന രംഗത്ത് വലിയ സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള, കഴിഞ്ഞ വർഷം മരണപ്പെട്ടു പോയ CDK വയലാർ അദ്ദേഹം നൽകിയ പല വിവരങ്ങളുമുണ്ട് സൈദ് മുഹമ്മദ് സാഹിബിനെ കുറിച്ച്, ഇസ്ലാമിക് സെമിനാറിനെ കുറിച്ച്. കൊച്ചിയും എറണാകുളവും ഒക്കെ കേന്ദ്രമായി കൊണ്ട് നടക്കുന്ന സാംസ്കാരിക പ്രവർത്തനങ്ങളെക്കുറിച്ച്. ആ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ നമ്മുടെ മലബാറിൽ നടക്കുന്ന സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ നിന്ന് വേറിട്ടെന്ന് കണ്ടിരുന്നത് അവിടെ മതജാതി വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എല്ലാ ജാതി സമുദായങ്ങളും എല്ലാ ആശയക്കാരും സാംസ്കാരിക സമ്മേളനങ്ങളിൽ ഒന്നിച്ചിരിക്കുകയും ഒന്നിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു രീതി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ബഹുസ്വരതയുടേതായ ഒരു സൊസൈറ്റിയെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ അവിടെ സൃഷ്ടിക്കുവാൻ ഇവർക്ക് സാധിച്ചു എന്ന് കാണാൻ സാധിക്കും. നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ ഈ കൊച്ചിയെക്കുറിച്ച് അല്ല എറണാകുളത്തെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഓർമ്മിക്കാവുന്ന 3 പേരുകളുണ്ട്. അതിൽ പ്രഥമഗണനീയൻ PS സൈദ് മുഹമ്മദ് സാഹിബ്, മറ്റൊന്ന് കച്ചവടശ്ശേരി പോലെയുള്ള പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള MK ലത്തീഫ്. ഇവരൊക്കെ നമ്മൾ ഓർമ്മിക്കുക മാത്രമല്ല, വരും തലമുറയ്ക്ക് ഇവരെ കൈമാറേണ്ട ഇവരുടെ സന്ദേശങ്ങളുടെ, ഇവരുടെ ആശയങ്ങളുടെ, ഇവരും സൃഷ്ടിച്ചിട്ടുള്ള ഭൗതിക ലോകത്തിന്റെ ശേഷിപ്പുകളെ കൈമാറേണ്ടുന്ന ഉത്തരവാദിത്വം കൂടിയുള്ള തലമുറയാണ് നമ്മൾ സ്വയം തിരിച്ചറിയുന്നത്. ഇപ്പൊ ഇവിടെ അബ്ദുറഹ്മാൻ മങ്ങാട് മാഷിയിരിക്കുന്നുണ്ട്. അദ്ദേഹം നിർവഹിക്കുന്ന മഹത്തായ കർമ്മങ്ങൾ നമുക്കറിയാം. പഴയ കാലത്തെ എല്ലാ രേഖകളും മറ്റും കണ്ടെടുത്ത് പുതിയ കാലത്തിന് അനുയോജ്യമായ രീതിയിൽ അത് കൃതികളാക്കി ഇറക്കിക്കൊണ്ടിരിക്കും. അതുപോലെ ഈ 3 പേര്, മൂന്നാമത്തെ പേരാണ് CK കരീം. CK കരീം ഈ ത്രയങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള കേരളത്തിലെ മുസ്ലിംകളുടെ അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ സാംസ്കാരിക ചരിത്രമോ ഭൗതിക ചരിത്രമോ പ്രദർശിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടത്. അത്രയും വലിയ സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള വ്യക്തികളാണ് PS സൈദ് മുഹമ്മദ് സാഹിബും, അതുപോലെ ഡോക്ടർ CK കരീം സാഹിബും, അതുപോലെ തന്നെ MK ലത്തീഫും. ഇത് 3 പേരും 3 തലങ്ങളിൽ വിലയിരുത്തപ്പെടേണ്ട വ്യക്തിയാണ്. CK കരീം നമ്മുടെ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയുടെ പ്രോ വൈസ് ചാൻസലറായി വർക്ക് ചെയ്തു. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ വലിയ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ടാണ് CH മുഹമ്മദ് കോയ സാഹിബ് അദ്ദേഹത്തെ യൂണിവേഴ്സിറ്റിയുടെ PVC ആയിട്ട്, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ PVC ആയി നിയമിച്ചതെന്നുള്ളതാണ്. CHനുള്ള ധീരത അതായിരുന്നു. അതിൽ നിന്ന് ഉള്ള പലർക്കും ഇല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പലരും സാഹിബിനെ കാണുമ്പോൾ കവാത്ത് മറക്കുമ്പോൾ CH ധീരമായ ചില തീരുമാനങ്ങൾ എടുക്കുമായിരുന്നു. അതിലൊന്നായിരുന്നു CK കരീമിനെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ പ്രോ വൈസ് ചാൻസലറായി ശ്രമിച്ചത്. അത് മാത്രമല്ല, ഈ മാപ്പിളമാർക്ക് പൊതുവെ അന്ന് കയറി ചെല്ലാൻ പറ്റാത്ത ഇടങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം കേരള ഗസറ്റീറിയന്റെ എഡിറ്ററായിട്ട് CK കരീമിനെ നിയമിച്ചു. അതൊക്കെ തന്നെ വലിയ വിപ്ലവകരമായ മാറ്റമായി. മുമ്പ് ഒരാൾക്കും അങ്ങോട്ട് കയറി ചെല്ലാൻ സാധിക്കുമായിരുന്നില്ല. അതൊക്കെ തന്നെ വരേണ്യ പറഞ്ഞത് സൂചിപ്പിച്ച പോലെ വരേണ്യന്മാരുടെ
കേസരി പറഞ്ഞ പോലെ വരേണ്യന്മാരായിട്ടുള്ള ആളുകളുടെ പിന്നെ സ്ഥാനമാനങ്ങളായി ഗണിക്കപ്പെടുന്ന കാലത്താണ് അതൊക്കെ വലിയ സാമൂഹിക വിപ്ലവത്തിനും സാംസ്കാരിക വിപ്ലവത്തിനും കാരണമായിട്ടുള്ളതാണ്. അതിനും നേതൃത്വം വഹിച്ച CH മുഹമ്മദ് കോയ സാഹിബാണ് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ് ആക്കിയതോടെ പറയാം, വലിയ എതിർപ്പുകൾ അന്ന് സാഹിത്യകാരന്മാരിൽ നിന്ന് നേരിട്ടൊരു കാര്യമാണ്. ഇങ്ങനൊരു മേത്തനെ പിടിച്ച് ഈ ഇരിക്കുന്ന കസേരയാണോ അത്? കാരണം യൂണിവേഴ്സിറ്റി പ്രൊഫസർമാർക്കും അക്കാഡമീഷ്യൻസിനും അതുപോലെ മലയാള സാഹിത്യ രംഗത്ത് വലിയ സംഭാവന നൽകിയിട്ടുള്ള കവികൾക്കും നോവലിസ്റ്റുകൾക്കും ഒക്കെയായി സംവരണം ചെയ്യപ്പെട്ടതുപോലെയുള്ള ഒരു സീറ്റിൽ ഒരു മേത്തനെ പിടിച്ച് ഇരുത്താൻ പാടുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ അത്തരം ശബ്ദങ്ങളെ അല്ലെങ്കിൽ അത്തരം പ്രകോപനങ്ങളെ ധീരമായി നേരിടാനുള്ള ചങ്കൂറ്റും കരളുറപ്പും നെഞ്ഞുറപ്പുമുള്ള വ്യക്തിത്വമായിരുന്നു മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എതിരാളികളുടെ എല്ലാ എതിർശബ്ദങ്ങളെയും അടക്കി നിർത്തി അവർക്കൊക്കെ തന്നെ CH വിശ്വസിച്ചേൽപ്പിച്ച സ്ഥാനമാനങ്ങളിൽ സുദീർഘമായ സേവനങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. CDK വയലാർ പറഞ്ഞു തന്ന, വാപ്പ പറഞ്ഞു തന്ന അറിവുകളാണ് എനിക്കുള്ളത്. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു ചരിത്ര രചന രീതിയെ കുറിച്ച് ഓർക്കുമ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ESLC ആണ് അദ്ദേഹത്തിന്റെ അക്കാദമികമായ യോഗ്യത എന്ന് പറയുന്നത്. പിന്നെ സംസ്കൃതം വിദ്വാൻ പരീക്ഷ പാസ്സായി ഏതാനും വർഷങ്ങളോ ഒരു സ്കൂളിൽ വർക്ക് ചെയ്തു. ഇങ്ങനെയുള്ള ഇദ്ദേഹത്തിന് കുടുംബപരമായ ഒരു തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടും ഇങ്ങനെ ഈ ഒരു ഇന്റലക്ച്വൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ സാഹിത്യ ചരിത്ര അല്ലെങ്കിൽ മറ്റേതെങ്കിലും വൈജ്ഞാനിക മേഖലകളിൽ സംഭാവന അർപ്പിച്ചതൊന്നും ഉള്ള ഒരു കുടുംബത്തിലല്ല, ഒരു സാധാരണ കുടുംബത്തിലാണ് ആലയിൽ അദ്ദേഹം ജനിച്ചത്. ഈ മനുഷ്യനെ എങ്ങനെയാണ് ഒരു ആയുസ്സിൽ എത്തിപ്പെടാവുന്നതിന്റെ ഏറ്റവും ഉന്നതങ്ങളിൽ വിചാരിച്ചത് എന്ന ചിന്ത തന്നെ ഒരു അത്ഭുതം ഉളവാക്കുന്ന കാര്യമാണ് എന്ന് കാണാൻ സാധിക്കും. അത്രയും പിന്നെ മിഡിൽ ക്ലാസ്സിൽ നിന്ന് വരുന്ന ഒരു മനുഷ്യൻ, സാധാരണ രീതിയിലുള്ള വിദ്യാഭ്യാസം മാത്രം ലഭിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ കേരളത്തിൽ എല്ലാ വിഭാഗങ്ങളുമായിട്ട് വളരെ അഭയത്വം, ഒരിക്കൽ കണ്ടാൽ പിന്നീട് ആ മുഖം മറക്കുവാൻ, ആ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം മറക്കുവാൻ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഈ എന്താ പിന്നെ തമാശകളുടെ അല്ലെങ്കിൽ പിന്നെ ഫലിതങ്ങളുടെ രുചി അനുഭവിക്കാത്തവർ അന്നുണ്ടായി. അങ്ങനെയുള്ള ഈ മനുഷ്യൻ എങ്ങനെയാണ് ഇത്രയും ഉത്തുന്നതങ്ങളിൽ എത്തിയത് എന്നത് ഒരു ചോദ്യമാണ്. രണ്ടാമത് അപ്പം ഇദ്ദേഹത്തെ നേരത്തെ പറഞ്ഞ പോലെ SM പുരത്തുള്ള ഒരു സാധാ പിന്നെ പുസ്തകശാല പിന്നെ ലൈബ്രറിയിലെ കൃതികൾ വായിച്ചുകൊണ്ടാണ് ചെറുപ്പം മുതലേ സെയ്ദ് മുഹമ്മദ് വളർന്നു വരുന്നത് എന്ന് കാണാൻ സാധിക്കും. അവിടെ ഈ പുസ്തകത്തിൽ ഒപ്പുവെച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് വായിച്ച പുസ്തകം തന്നെ വീണ്ടും എടുത്ത് വായിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് തന്നെ തിരിച്ചറിയാനുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ എന്ന രീതിയിൽ കൂടിയാണ് അദ്ദേഹം വെച്ചത്. ആ ലൈബ്രറിയിൽ ഏതാണ് നല്ല പുസ്തകങ്ങളുള്ള ലൈബ്രറി ആയിരുന്നു ആ കാലത്തത്. അത് മുഴുവൻ കുത്തിയിരുന്ന് സെയ്ദ് മുഹമ്മദ് പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കും. അതാണ് വാസ്തവത്തിൽ സെയ്ദ് മുഹമ്മദിന്റെ ഒരു ഇന്റലക്ച്വൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ ഒരു ഭൗതിക ലോകം സൃഷ്ടിച്ചത് ആ ലൈബ്രറിയാണ് എന്ന് കാണാൻ സാധിക്കും. ഇതുപോലെ എത്രയോ ലൈബ്രറികൾ നമ്മുടെ നാടുകളിൽ, അവയൊക്കെ തന്നെ ഔദ്യോഗികമായ ഡിഗ്രികളില്ലാത്ത എന്നാൽ അറിവിന്റെ അഗാധ തലങ്ങളിലേക്ക് സഞ്ചരിച്ച എത്രയോ വ്യക്തിത്വങ്ങൾക്ക് പിന്നെ ജന്മം നൽകിയിട്ടുണ്ട് എന്നും കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമീണ വായനശാലകൾ ഇന്നും ആ ദൗത്യം അത്തരം ഗ്രാമീണ വായനശാലകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുകൂടി നാം മനസ്സിലാക്കും. അപ്പൊ ഇദ്ദേഹം ആദ്യം പിന്നെ ഇങ്ങനെ പിന്നെ 30 അല്ലെങ്കിൽ 28 അദ്ദേഹത്തിന്റെ 30 ഇപ്പൊ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. ഈ 30 അദ്ദേഹത്തിന്റെ ഇന്ന് വാസ്തവത്തില് ഇന്നത്തെ ദിവസം അദ്ദേഹം മരിച്ച ഡേറ്റ് മാത്രമല്ല, അദ്ദേഹം മരിച്ച ദിവസം കൂടി ശനിയാഴ്ച എന്ന് പറയുന്നത്. കാരണം വെള്ളിയാഴ്ച സന്ധ്യക്കാണ്, അത് രാത്രിയാണ് വീട്ടിൽ പിന്നെ നിന്നാണ് അദ്ദേഹത്തിന് ദേഹാസ്വസ്ഥങ്ങൾ ഉണ്ടാകുന്നത്. ഭാര്യ മനസ്സിലാക്കുന്നു. ഇദ്ദേഹത്തിന് അതിന് മുമ്പ് 2 പ്രാവശ്യം അദ്ദേഹത്തിന് അതുപോലുള്ള ചെറിയ പിന്നെ അസ്വസ്ഥതകൾ ഉണ്ടായപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതുകൊണ്ട് പെട്ടെന്ന് ഭാര്യയ്ക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട കേസാണ് എന്ന് അവര്. പക്ഷെ ഡ്രൈവർ അവിടെ ഉണ്ടായിരുന്നില്ല. അവരുടെ പിന്നെ ലൈസൻസ് ഇല്ലാത്ത അവരുടെ അനിയനാണ് വണ്ടി ഓടിച്ച് ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. അങ്ങനെ വെള്ളിയാഴ്ച രാത്രി അദ്ദേഹത്തെ ലൂർദ് ഹോസ്പിറ്റലിലാണെന്നാണ് എൻ്റെ ധാരണ. ശനിയാഴ്ച അദ്ദേഹം മരണപ്പെടും. ഞായറാഴ്ചയാണ് അദ്ദേഹത്തിന്റെ മയ്യത്ത് കബറടക്കപ്പെടുന്നത്. അപ്പൊ ഈ ശനിയാഴ്ച ഇന്ന് ഒത്തു വന്നിരിക്കും.
മറ്റൊന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു യാദൃശികമായ ഒത്തുചേരൽ കൂടി ഈ ദിവസത്തിനുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിന്റെ ഗുരുവായി മനസ്സാവരിച്ചത് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് സന്ദർശിച്ചു കൊണ്ടിരുന്നതും അന്ന് വടക്കൻ പറവൂര് 945 മുതൽ വടക്കൻ പറവൂര് താമസിച്ചിരുന്ന കേരളത്തിലെ പിന്നെ സമാനതകളില്ലാത്ത മഹാബുദ്ധിജീവിയും പണ്ഡിത പടവും അതുപോലെ തന്നെ ഗ്രന്ഥകാരനും കേരളത്തെ ലോകത്തിന്റെ ജാലകം മലയാളികൾക്ക് തുറന്നു കൊടുത്തവരുമായ കേസരി ബാലകൃഷ്ണപിള്ളയാണ്. ഈ ബാലകൃഷ്ണപിള്ളയുടെ അടുത്ത് ഇദ്ദേഹം പോകുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം 10-11 വയസ്സാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് ബാലകൃഷ്ണപിള്ള പോലെ ലോകത്തോളം വളർന്ന ഒരു മഹാപണ്ഡിതന്റെ മുന്നിൽ പോയി നിന്ന് അദ്ദേഹത്തോട് സംസാരിക്കുവാനും അദ്ദേഹത്തോട് ആശയവിനിമയം നടത്താനും ഉള്ള ഒരു അവസരത്തെ കുറിച്ച് അത് ഇന്നും നമ്മൾ ആലോചിച്ചപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെ സാധിക്കുമോ? ഇന്ന് നമുക്ക് അങ്ങനെ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ബാലകൃഷ്ണനെ പോലെ കേസരിയെ പോലെ ഒരു വലിയ വട്ടവൃക്ഷത്തിന്റെ തണലിൽ വളരാൻ സാധിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ ഇന്റലക്ച്വൽ ബാക്ക്ഗ്രൗണ്ട് രൂപപ്പെട്ടതിന്റെ മറ്റൊരു കാരണം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കേസരി കേരളം കണ്ട ഏറ്റവും വലിയ ധിക്കാരിയായ ഒരു പണ്ഡിതനായ ഒരു ആശയവാദത്തിനും പിന്നെ അടിമപ്പെടാതെ, ഇന്നത്തെ ഭാഷ അതാണല്ലോ അടിമ ഭാഷ ഉപയോഗിക്കാൻ, ഒരു ആശയവാദത്തിനും ഒരു യജമാനന്റെ മുന്നിലും തലവലിക്കാത്ത തന്റെ വിജ്ഞാനം കൊണ്ട് 13 ഭാഷകൾ അറിയാമായിരുന്ന കേസരി തന്റെ വിജ്ഞാന പ്രഭാവം കൊണ്ട് മറ്റുള്ളവരെ അതിജയിച്ചതാണ്. അതുകൊണ്ട് തന്നെ അക്കാലത്ത് സാഹിത്യ രംഗത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട ചർച്ചകളിൽ കമ്മ്യൂണിസ്റ്റുകളുടെ ഭാഗത്തും മറ്റുള്ളവരുമായി നടക്കുന്ന ചർച്ചകളിലൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റുകളുടെ ഒക്കെ ഒരു വിമർശന ശരങ്ങൾ ഏറ്റുവാങ്ങുന്ന വ്യക്തിത്വമായിരുന്നു അന്ന് കേസരി ബാലകൃഷ്ണപിള്ള എന്ന് കാണാൻ സാധിക്കും. ആ കേസരി ചരിത്രത്തിലാണ് അദ്ദേഹം ഡിഗ്രി നേടിയത്. 1ാം റാങ്കോട് കൂടിയാണ് അദ്ദേഹം പാസ്സായത്. കാരണം എന്താ വെച്ചാൽ ഞാനിത് പറയാൻ കാരണം എന്നെ പോലെയുള്ള ചരിത്രം പഠിക്കുന്നവർക്ക് ധാരണ ഈ കേസരി എന്ന് പറയുന്നത് ചരിത്രത്തിൽ യാതൊരു ധാരണയില്ലാത്ത ആളായിരുന്നു എന്നായി. പിന്നെ ഇങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് വായിച്ചു നോക്കിയപ്പോഴാണ് MN വിജയന്റെ പുസ്തകങ്ങളൊക്കെ അദ്ദേഹത്തെ കുറിച്ചുള്ള വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ചരിത്രത്തിൽ 1ാം റാങ്ക് നേടിയിട്ടുള്ള വ്യക്തിയാണ്. പിന്നീട് LLB പാസ്സായി, പിന്നെ ആദ്യം കോളേജ് അധ്യാപകനായി പ്രാക്ടീസ് ചെയ്ത്, പിന്നീട് LLB പാസ്സായി വക്കീലായി പ്രാക്ടീസ് ചെയ്ത്, അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് പത്രാധിപ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ പത്രപ്രവർത്തനമാണ് തന്റെ മേഖല എന്ന് അറിഞ്ഞുകൊണ്ട് കേസരി വരുന്നത്. അതുപോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തോടുള്ള വീക്ഷണം തന്നെയാണ് ഏറെക്കുറെ PS സേതു മുഹമ്മദും അംഗീകരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ആദ്യകാലത്ത് അദ്ദേഹം അധ്യാപനം നടത്തുന്നത് കുറച്ച കാലം, പിന്നീട് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമാകുന്നുണ്ട്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ കാലത്ത് വിദ്യാർത്ഥി കോൺഗ്രസിന്റെ നേതാവായി ഈ തിരുവിതാംകൂറിലും മറ്റുമൊക്കെ പല പ്രദേശങ്ങളിലും പോയിട്ട് അദ്ദേഹം പ്രസംഗിക്കുകയും നല്ല പ്രഭാഷകനായി പ്രസംഗിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നു. അങ്ങനെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ നേതാവായി വിദ്യാർത്ഥി കോൺഗ്രസിന്റെ നേതാവായി നടക്കുന്ന കാലത്താണ് ഈ ഹെമു ഗിലാനി എന്ന് പറയുന്ന ആദ്യത്തെ പുസ്തകം അദ്ദേഹം എഴുതുന്നത്. അത് വാസ്തവത്തിലുള്ള ജീവചരിത്രമായി. 18ഓ 20ഓ വയസ്സുള്ള ഹെമു ഗിലാനി സിന്ധിയായിരുന്നു. അദ്ദേഹം ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിൽ പങ്കെടുത്തതിന്റെ പേരിൽ AISFന്റെ വിദ്യാർത്ഥി വിഭാഗത്തിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ, ദേശീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ പിന്നെ അദ്ദേഹം ഈ 1942 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ കാലത്ത് അവിടെ റെയിൽ പൊളിക്കാനുള്ള ഒരു സമരം നടത്തി, അല്ലെങ്കിൽ അതിനുള്ള ഒരു ഗൂഢാലോചന നടത്തി എന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ ജയിലിലടക്കുകയും പിന്നീട് 43 അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുകയുമാണ് ചെയ്തത്. ആ വ്യക്തിയുടെ ജീവചരിത്രമാണ് ഇവിടെ ഇങ്ങേ അറ്റത്ത് കിടക്കുന്ന മലയാളിയായിട്ടുള്ള PS സേതു മുഹമ്മദ് ആദ്യം എഴുതുന്നത് എന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഒരു മാനവികത പ്രകടമാക്കുന്ന ഇതാണ്. കാരണം സങ്കുചിതമായ ഒരു ആശയങ്ങൾക്കും അദ്ദേഹം അടിപ്പെട്ടിരുന്നില്ല എന്നും അദ്ദേഹത്തിന് വിശാലമായ ഒരു മാനവികതയിലും നീതിയുടെയും അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസിൻ്റെതുമായ ഒരു ലോകത്തെ കുറിച്ച് അദ്ദേഹത്തിന് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും ഹെമു ഗിലാനിയെ കുറിച്ച് അദ്ദേഹം എഴുതുന്ന ഈ ലഘു ജീവചരിത്രം സൂചിപ്പിക്കുന്നു. അന്ന് വളരെ ചെറിയ പ്രായത്തിൽ അദ്ദേഹം എഴുതുന്ന 43 മരിച്ച് 45 46 ഈ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ പങ്കെടുത്തത് ഈ പുസ്തകം പിന്നീട് നിരോധിക്കപ്പെടുകയും ഉണ്ടായി എന്ന് കാണാൻ സാധിക്കും. ഞാൻ വീട്ടിൽ പറയുന്നില്ല, ഇതേമാലത്തെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനുശേഷം പിന്നീട് ഇദ്ദേഹം കേരള ചരിത്രം, ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ മൊത്തത്തിൽ 17 കൃതികൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഈ 17 കൃതികളെ നമുക്ക് രണ്ട് സെക്ഷൻസ് ആയിട്ട് തിരിക്കുകയാണെങ്കിൽ
ഒന്ന് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട പ്രധാന കൃതികളാണ്. മറ്റൊന്ന് മുസ്ലിം ഹിസ്റ്ററി, കേരളത്തിലെ മുസ്ലിംകളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട കൃതികളുമാണ്. ഈ കേരള ചരിത്രത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പ്രധാന കൃതിക്ക് 1952 മദ്രാസ് ഗവൺമെന്റിന്റെ അവാർഡ് ലഭിക്കുകയുണ്ട്. അപ്പൊ തന്നെ നിങ്ങൾക്ക് കേരള ചരിത്രത്തിന് അദ്ദേഹം നൽകിയ സംഭാവനയുടെ ഒരു ഏകദേശ ധാരണ കിട്ടുന്നത്. കേരള ഗവൺമെന്റിന്റെ അവാർഡല്ല, രാഷ്ട്രീയ മറ്റെന്തെങ്കിലും സ്വാധീനമോ നോക്കി കൊടുക്കുന്നതല്ല, മറിച്ച് 1952 സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന കേരളത്തിൽ ഏറ്റവും നല്ല ചരിത്രകൃതിക്കുള്ള അവാർഡ് ലഭിച്ചത് അദ്ദേഹം എഴുതിയിട്ടുള്ള കൃതിക്കാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു കൃതിയുടെ കേരള ചരിത്രത്തെ കുറിച്ച് തന്നെ അദ്ദേഹം അനേകം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിന്റെ പേരുകളൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല, എല്ലാവർക്കും ലഭിക്കുന്നതാണ്. അത് കേരള ചരിത്ര വീക്ഷണങ്ങൾ എന്ന് പറയുന്ന ഒരു കൃതിയാണ്. അത് എഴുതുന്നത് ഏകദേശം ഒരു 50കളിലാണ്. അന്നൊന്നും വാസ്തവത്തിൽ കേരള ചരിത്രം നമ്മുടെ യൂണിവേഴ്സിറ്റികളിലോ നമ്മുടെ കലാലയങ്ങളിലോ മതിയായ രീതിയിൽ പഠിപ്പിക്കപ്പെടുന്നില്ല എന്ന് കാണാൻ സാധിക്കുന്നു. 1970കൾക്ക് ശേഷമാണ് വാസ്തവത്തിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ പോലും ഈ കേരള ചരിത്രം പഠിപ്പിക്കുക. അതായത് മറ്റ് പല ഈ കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികൾക്ക് അതാത് സ്ഥലങ്ങളിലെ പ്രാദേശിക ചരിത്രം പഠിപ്പിക്കപ്പെടുമ്പോൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ അത് പഠിപ്പിക്കുന്നതിൽ സിലബസ് ഇല്ല, അതിന് പുസ്തകങ്ങളില്ല, ടെക്സ്റ്റ് ബുക്ക് ഇല്ല എന്നതാണ് പ്രധാന പരാതിയായി ഉന്നയിച്ചിരുന്നത്. കാരണം കേരള ചരിത്രം എന്ന് പറയുന്ന ഏതാനും ഐതിഹ്യങ്ങളെയും കേട്ടുകേൾവികളെയും മറ്റുമൊക്കെ ആധാരമാക്കിയുള്ളതായിരുന്നു. അതിനെ ഈ പിന്നെ എന്താ പറയാ പിന്നെ ആർക്കിയോളജിക്കൽ സോഴ്സസോ അല്ലെങ്കിൽ പിന്നെ ആർക്കൈവിക്കൽ സോഴ്സസോ ഇതൊന്നും ഉപയോഗിക്കുന്ന ഒരു കാലം അന്ന് പുരോഗമിച്ച് വന്നിട്ടില്ല. നമ്മുടെ കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതിനൊക്കെ മുമ്പാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച് ഇവിടെ MGS ഒക്കെ വന്നതിന് ശേഷമാണ് ഇവിടെ തന്നെ ചരിത്രപരമായ ശാസ്ത്രീയമായ ചരിത്രം പഠിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അങ്ങനൊരു കാലത്താണ് കേരള ചരിത്രത്തിന്റെ വീക്ഷണങ്ങളെ കുറിച്ചും വിശകലനങ്ങളെ കുറിച്ചും ഒരു PS സൈദ് മുഹമ്മദ് ഒരു കൃതി രചിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിന്റെ ആശയലോകം രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് കേസരി ബാലകൃഷ്ണ പിള്ളയാണ്. കേസരി ബാലകൃഷ്ണ പിള്ള നേരത്തെ ഞാൻ പറഞ്ഞ ഈ 13 ലാംഗ്വേജുകൾ, ചൈനീസ് അടക്കമുള്ള 13 ഭാഷകളിലുള്ള അറിവ് അദ്ദേഹത്തിന് വലിയ ധാരണകൾ ഉണ്ടായിരുന്നു. ആ ധാരണകൾ ലഭിക്കുവാൻ വേണ്ടി, അത് ആശയങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി അങ്ങനെ ഇദ്ദേഹവുമായി നടത്തിയിട്ടുള്ള ഇന്ററാക്ഷൻസ് ആണ് വാസ്തവത്തിൽ സെയ്ദ് മുഹമ്മദിനെ രൂപപ്പെടുത്തിയത്, സെയ്ദ് മുഹമ്മദ് ആക്കിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. ഇങ്ങനെ പിന്നെ ഇദ്ദേഹം രചിച്ച കേരള ചരിത്രത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള കേരള ചരിത്രത്തിന് ശാസ്ത്രീയമായ ചരിത്ര രചനയുടെയും ചരിത്ര പഠനത്തിന്റെയും ആവശ്യകത ഊന്നിപ്പറഞ്ഞ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അക്കാഡമീഷ്യൻ അല്ലാത്ത ചരിത്രകാരനാണ് വാസ്തവത്തിൽ PS സൈദ് മുഹമ്മദ്. അത് തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് PS സൈദ് മുഹമ്മദ് എന്ന് കാണാൻ സാധിക്കും. അതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട. രണ്ടാമതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മുസ്ലിം ചരിത്രത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനയാണ്. ഈ മുസ്ലിം ചരിത്രവും നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഇങ്ങനെ ഒരു വലിയ ശാസ്ത്രീയമായ അടിത്തറയൊന്നും കേരളത്തിൽ അക്കാലത്ത് രൂപപ്പെട്ടു വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കണം. ഒരു ഹിസ്റ്റോഗ്രഫി, മുസ്ലിം ഹിസ്റ്റോഗ്രഫിയോ മുസ്ലിം ചരിത്ര ദർശനമോ ഒന്നും തന്നെ അക്കാലത്ത് രൂപപ്പെട്ടു വന്നിട്ടില്ല. അക്കാലത്താണ് കേരള മുസ്ലിം ചരിത്രം. ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഈ കേരള മുസ്ലിം ഡയറക്ടറൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് 3 മാസക്കാലം അദ്ദേഹം ഒരു കേരള പര്യടനം നടത്തുന്നു. മനസ്സിലായോ? അതെന്താ വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കൊച്ചിയിലുണ്ടായിരുന്ന ധനാഢ്യന്മാര് ഇദ്ദേഹത്തിന് ആവശ്യമായ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകി എന്നുള്ള തെളിവിൽ പറഞ്ഞതാണ്. ഈ ഉലമ ഉമറ ഇത് രണ്ടും കൂടിച്ചേരുമ്പോഴേ സമുദായത്തിന് പുരോഗതി ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. അത് കൊച്ചിയിൽ അക്കാലത്ത് നടക്കുന്നു. ഈ പിന്നെ MP കൊച്ചുണ്ണിയെ പോലെയുള്ള ആളുകൾ, കൊച്ചുണ്ണി പിന്നീട് വന്ന നമുക്കറിയാവുന്ന കൊച്ചുണ്ണി മാഷെ പോലുള്ള ധനാഢ്യരായിട്ടുള്ള ആളുകൾ, പല വലിയ വലിയ മൂപ്പൻ, മറ്റേ മുഹമ്മദ് ബാബ മൂപ്പ, ഇങ്ങനെയുള്ള പല ആളുകൾ, ഇവരൊക്കെ ഫൈനാൻഷ്യൽ, അതായത് KH സുലൈമാൻ, ഇങ്ങനെയുള്ള ആളുകൾ, KH സുലൈമാൻ. അപ്പൊ ഈ കേരള മുസ്ലിം ഡയറക്ടറി അതിന് അദ്ദേഹത്തിന് പ്രചോദനം നൽകുന്നത് അന്ന് MP കൊച്ചുണ്ണി സെക്രട്ടറിയും പിന്നെ ട്രഷററും ഒക്കെ ആയിട്ടുള്ള കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ ഉണ്ട്. അവരുടെ ആവശ്യാർത്ഥം കുറച്ച് ഈ പിന്നെ മഹല്ലുകളുടെ ഒക്കെ മുസ്ലിം മഹല്ലുകളുടെ ഒക്കെ ഡാറ്റ കളക്ട് ചെയ്യുകയും അതിൻ്റെ ഒക്കെ ഒരു പിന്നെ എന്താ പറയാ ഒരു ക്ലാസിഫിക്കേഷനും മറ്റുമൊക്കെ നടത്തി
ഒരു ചെറിയ രീതിയിലുള്ള പുസ്തകങ്ങളൊക്കെ അവിടെ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് വാസ്തവത്തിൽ വിപുലമായി കേരള അടിസ്ഥാനത്തിൽ തന്നെ ഇങ്ങനെയുള്ള ഒരു സംരംഭം എന്തുകൊണ്ട് നടത്തിക്കൂടാ എന്നുള്ള ചിന്തയിലേക്ക് BA സെയ്ദ് മുഹമ്മദ് എത്തുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കൂട്ടുകാരായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം ഇന്റലക്ച്വൽ ആക്ടിവിറ്റീസിലൊക്കെ അദ്ദേഹത്തോട് സഹകരിക്കുന്ന, അതേസമയത്ത് ധനാഢ്യരും സമ്പന്നരുമായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തനത്തിൽ താല്പര്യമുള്ള ഈ KH സുലൈമാന്, CK അബൂബക്കർ മൗലവി, അതുപോലെ നമ്മുടെ MV ഐദ്രോസ് സാഹിബിന്റെ മകൻ MV അബ്ദുൽ അസീസ്, ഇവർ 4 പേരും കൂടിയിട്ടാണ് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ 3 മാസം എടുത്ത് സന്ദർശനങ്ങൾ നടത്തി ഓരോ സ്ഥലത്തും ഇറങ്ങി അവിടെ നിന്ന് ഡാറ്റകൾ കളക്ട് ചെയ്ത് അവിടെ പള്ളികൾ സന്ദർശിച്ച് അതിൻ്റെ ഒക്കെ ചരിത്രങ്ങൾ എഴുതിയെടുത്ത് വളരെ എന്താ പറയാ ഇൻവോൾവ്മെന്റ് ആയിട്ടുള്ള, ഇന്നത്തെ മാതിരി നമുക്ക് ഈസി ആയിട്ട് ഫിംഗർ പ്രിന്റ് കൊണ്ട് നോളേജ് കളക്ട് ചെയ്യുന്ന കാലമല്ല. അവർ മാനുവലായിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഈ കേരള മുസ്ലിം ഡയറക്ടറിക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റകൾ കളക്ട് ചെയ്യുന്നതെന്ന് കാണാൻ സാധിക്കും. ആ 1960 പ്രസിദ്ധീകരിച്ച കേരള മുസ്ലിം ഡയറക്ടറി ഒരു വിജ്ഞാന ഭണ്ഡാരമാണ്. വാസ്തവത്തിൽ CH മുഹമ്മദ് സാഹിബിന്റെ പേരിൽ അറിയപ്പെടുന്ന ഈ ചെയർ, ഇതിന്റെ കീഴിലുള്ള ഗ്രേസ് പബ്ലിക്കേഷൻസും ഒക്കെ ആ ഡയറക്ടറി പുനഃപ്രസിദ്ധീകരിക്കാനുള്ള ഒരു സംരംഭത്തെ കുറിച്ച് ഗൗരവമായി ആലോചിക്കണമെന്നാണ് സെയ്ദ് മുഹമ്മദ് സാഹിബിനെ പോലെയുള്ള ഒരു മഹാവ്യക്തിത്വത്തിന്റെ 50ാം ചരമവാർഷികം ആചരിക്കുന്ന ഈ സന്ദർഭത്തിൽ എനിക്ക് ഇതിന്റെ ഭാരവാഹികളെ ഉണർത്തുവാനുള്ളത്. അതോടൊപ്പം അങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന ഡാറ്റ വെച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ കേരള മുസ്ലിം ചരിത്രം എന്ന് പറഞ്ഞിട്ട് CK അബൂബക്കറിന്റെ കൂടി മൗലവിയുടെ കൂടി പിന്തുണ കൊണ്ട് അത് എഴുതി പൂർത്തീകരിക്കുന്നു. ഇന്ന് ഇപ്പൊ മാർക്കറ്റിൽ അദ്ദേഹത്തിന്റെ അവൈലബിൾ ആയ ഏക പുസ്തകം ഈ കേരള മുസ്ലിം ചരിത്രം മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അൽഹുദ പബ്ലിഷേഴ്സ് അത് പബ്ലിഷ് ചെയ്തത് കൊണ്ട് അത് കോപ്പി ഏകദേശം തീരുമ്പോൾ അവർ അത് വീണ്ടും അച്ചടിച്ച് കൊണ്ട് BA സെയ്ദ് മുഹമ്മദിന്റെ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പുസ്തകം കേരള മുസ്ലിം ചരിത്രം മാത്രമാണ്. അപ്പൊ എന്താണ് ചരിത്രത്തിന് അദ്ദേഹം ചെയ്ത സംഭാവന എന്ന് ചോദിച്ചാൽ, ചരിത്രത്തിന് BA സെയ്ദ് മുഹമ്മദ് ചെയ്ത സംഭാവന ഒരു ടോട്ടൽ ഹിസ്റ്ററിയെ കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാക്കി. കമ്പാർട്ട്മെന്റലായിട്ട് ചരിത്രത്തെ മുസ്ലിം ചരിത്രം, ഹിന്ദു ചരിത്രം, അതായത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയിട്ടുള്ള ആ ഡിവിഷൻ അനുസരിച്ചല്ല പഠിക്കേണ്ടതെന്നും നമ്മളെല്ലാവരും മനുഷ്യരാണെന്നും അതുകൊണ്ട് ഇതൊരു ഹ്യൂമൻ ഹിസ്റ്ററി, മനുഷ്യന്റെ മാനവകുലത്തിന്റെ മുഴുവൻ ചരിത്രമാണ് വാസ്തവത്തിൽ രേഖപ്പെടുത്തപ്പെടേണ്ടത് എന്നും അതിൽ ഞാനിപ്പോ മുസ്ലിമായി ജനിക്കുന്നോ മറ്റൊരാൾ ഹിന്ദുവായി ജനിക്കുന്നോ നമ്മൾ സ്വയം തീരുമാനിക്കുന്നുണ്ടല്ല, ആക്സിഡന്റലായിട്ട് നമ്മൾ ഓരോ സമുദായത്തിൽ ജനിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ജനിച്ച സമുദായത്തോടും ആ മതത്തോടും നമുക്ക് സ്നേഹം ഉണ്ടാവും, അത് തെറ്റല്ല. അതേസമയത്ത് മറ്റു മതങ്ങളെ വെറുക്കാനോ അവരുടെ അസഹിഷ്ണുത ഉണ്ടാവാനോ പാടില്ല. മനസ്സിലായോ? അതാണ് അദ്ദേഹത്തിന്റെ ഒരു പോളിസി. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ ഈ ടോട്ടൽ ഹിസ്റ്ററി എന്നുള്ളൊരു അത് മുന്നോട്ട് വെക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആക്കുകയും അതോടൊപ്പം മുസ്ലിം ചരിത്രം ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ടിട്ടുമുണ്ട്, അതിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു എന്ന് കാണാൻ സാധിക്കും. അത് നമുക്ക് ഇദ്ദേഹം തുടങ്ങി വെച്ച വർക്ക് വാസ്തവത്തിൽ പിന്നീട് അത് ഏറ്റെടുത്ത് നടത്തുന്നത് ഡോക്ടർ CK കരീമാണ്. CK കരീമിന്റെ 1996 പ്രസിദ്ധീകരിക്കപ്പെട്ട കേരള മുസ്ലിം ചരിത്രം ഡയറക്ടറി, പിന്നെ സ്ഥിതിവിവര കണക്ക് എന്ന 3 വോള്യൂംസുള്ള ബൃഹത്തായിട്ട് വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ ഒരർത്ഥത്തിൽ CK കരീമിന്റെ ഗുരുവായുടെ സ്ഥാനത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വാസ്തവത്തിൽ പ്രായത്തിൽ അവർ വലിയ വ്യത്യാസമില്ല, ഏകദേശം സമപ്രായക്കാർ തന്നെ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സതീർത്ഥ്യനായിരുന്ന ഈ സെയ്ദ് മുഹമ്മദ് സാഹിബിന്റെ ഈ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോയ വ്യക്തിത്വമാണ് വാസ്തവത്തിൽ CK കരീം എന്ന് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന് പിന്നെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് കൂടിയുള്ളത് എന്നിട്ടും പോലും വാസ്തവത്തിൽ മുഖ്യധാര അക്കാഡമിഷ്യൻസിന്റെ അവഗണനകൾ CK കരീം സാഹിബിന് ഏറ്റുവാങ്ങേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ ഒന്നും ചരിത്രമല്ല എന്ന് പറയുന്ന എത്രയോ മുഖ്യധാര ചരിത്രകാരന്മാരുണ്ടായിരുന്നു, അത് വേറെ കാര്യം. പക്ഷെ അപ്പൊ എന്നിരുന്നാലും അദ്ദേഹം പിടിച്ചു നിന്നു എന്ന് കാണാൻ സാധിക്കും, മുന്നോട്ട് കൊണ്ടേ. പക്ഷെ ഇപ്പൊ ഇവർ രണ്ടുപേരും നമ്മളെ വിട്ടുപോയി ഇരിക്കുന്നു. പക്ഷെ ഇതിനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സംരംഭങ്ങൾ നടക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ദുക്കുപ്പാത്തിൽ ആരുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ പഴയ കാലത്തിന്റെ പ്രാപങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടന്നാൽ മാത്രം പോരല്ല, പുതിയ തലമുറയ്ക്ക് ഇത് കൈമാറുവാനുള്ള ശ്രമങ്ങളെ കുറിച്ച് CH ചെയർ പോലെയുള്ള
പിന്നെ ചേറുകളോട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന പിന്നെ പ്രത്യേകിച്ച് ഈ മുസ്ലിം എന്താ മതപരമായുള്ള അനേകം പിന്നെ ഈ ഉൾപ്പിരിവുകളെയൊക്കെ അതിജയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഇതുപോലെയുള്ള സംവിധാനങ്ങൾ വാസ്തവത്തിൽ ശ്രമിക്കേണ്ടത്. എങ്ങനെ നമുക്ക് ഈ സെയ്ദ് മുഹമ്മദ് സാഹിബോട് നേരത്തെ പറഞ്ഞു, അദ്ദേഹം ഏറ്റെടുത്തു, അദ്ദേഹം വലിയൊരു ആക്ടിവിസ്റ്റ് ആയിരുന്നു. ചരിത്രത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന ഒരു ബഹുജന പ്രശ്നം, അതായത് ഒരു ചരിത്ര സെമിനാറൊക്കെ പിന്നെ സംഘടിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. അങ്ങനത്തെ ചരിത്ര സെമിനാറുകൾ അക്കാലത്ത് ഇത്രയൊന്നും സോഴ്സുകളില്ലാത്ത കാലത്ത് 3-4 ദിവസം അദ്ദേഹം സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ സംഘടനാ വൈഭവത്തിന് മുമ്പിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനെ സ്തുതിക്കണം, അതിനെ അംഗീകരിക്കണം എന്നാണ് പറയാനുള്ളത്. ഇത്രയൊന്നും സോഴ്സുകളില്ലാത്ത കാലത്താണ് അദ്ദേഹം അത്തരം പ്രവർത്തനങ്ങൾ നടത്തി. അപ്പൊ ഞാൻ പറയുന്നത് സെയ്ദ് മുഹമ്മദ് സാഹിബിന്റെ മുഴുവൻ ഗ്രന്ഥങ്ങളും സമ്പൂർണ്ണ കൃതികൾ പ്രസിദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. ഈ കേരള മുസ്ലിം ചരിത്രമല്ലാതെ മറ്റൊന്നും ഇന്ന് അവൈലബിൾ അല്ല. നമ്മുടെ തലമുറ അതിനെ കുറിച്ച് അദ്ദേഹത്തെ കുറിച്ച് അറിയണമെങ്കിൽ ഈ കൃതികളൊക്കെ തീർച്ചയായിട്ടും വെളിച്ചം കാണണം. അതിനുള്ള സംരംഭങ്ങൾ ഒരു സംഘടനക്കോ ഒരു വേദിക്കോ നടത്താൻ സാധിക്കില്ല. ഗൗരവമായ ആലോചനകൾ എല്ലാവരും കൂടിയിട്ട് അദ്ദേഹത്തിന് നടക്കണം. ഇപ്പൊ ഈ സെയ്ദ് മുഹമ്മദ് സാഹിബിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ നാട്ടിൽ സെയ്ദ് മുഹമ്മദ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ സ്ഥാപിക്കപ്പെട്ടിരുന്നു. അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ നന്നായിട്ട് നടന്നിരുന്നു. എല്ലാ കൊല്ലവും ഈ പിന്നെ ഈ ഡിസംബർ 20-ാം തീയതി കൊച്ചിയിൽ ഒരു പരിപാടി നടക്കും. 2016 ആ ഒരു പരിപാടിയിൽ പങ്കെടുത്ത ഓർമ്മ എനിക്കുണ്ട്. കാരണം 2016 പിന്നെ മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകല അക്കാദമിയുടെ സെക്രട്ടറി ആസാദ് വണ്ടൂരായിരുന്നു. സാഹിത്യത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും ഒക്കെ നല്ല ധാരണയുള്ള, അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് വലിയ ധാരണകളുള്ള ആസാദ്, ഇവിടെ ഇരിക്കുന്ന റഷീദ് ഖാൻ പോലുള്ളവർക്കൊക്കെ അദ്ദേഹത്തെ വളരെ അടുത്തറിയാവുന്നതാണ്. ആസാദ് വണ്ടൂർ അന്നൊരു വലിയ കാര്യം ചെയ്തു. അതെന്താണെന്ന് ചോദിച്ചാൽ 976 ഡോക്ടർ CK കരീം എഡിറ്ററായി ഇറങ്ങിയിട്ടുള്ള ഈ PA സെയ്ദ് സ്മാരക ഗ്രന്ഥം ഉണ്ടായിരുന്നു. ആ സ്മാരക ഗ്രന്ഥത്തിന്റെ എഡിറ്റോറിയൽ ബോർഡ് എടുത്ത് നോക്കിയാൽ നമ്മൾ ഇന്ന് ഞെട്ടിപ്പോകും. കേരളത്തിലെ മഹാരഥന്മാരായ ചരിത്രകാരന്മാരും സാഹിത്യകാരന്മാരുമായിരുന്നു 1976 CK കരീം എഡിറ്ററായി പിന്നെ പ്രസിദ്ധീകരിച്ച CA സെയ്ദ് മുഹമ്മദ് സ്മാരക ഗ്രന്ഥത്തിന്റെ എഡിറ്റോറിയൽ ബോർഡിലുണ്ടായി. എളംകുളം കുഞ്ഞൻപിള്ളയെ പോലെയുള്ള, അതുപോലെ തന്നെ മറ്റേ അനേകം ഡോക്ടർ KM ജോർജിനെ പോലെയുള്ള ആളുകൾ, പിന്നെ അതുപോലെ തന്നെ NB കൃഷ്ണമാചാര്യെ പോലുള്ള അനേകം ആളുകൾ, ഇതൊക്കെ എല്ലാവരും എഡിറ്റോറിയൽ ബോർഡിലുള്ള എല്ലാ ആളുകളും ഈ ശ്രേണിയിലുള്ള ആളുകളാണ്. ഞാൻ ഈ പറഞ്ഞ 3 പേരുകൾ മാത്രം ഓർമ്മയിൽ നിന്ന് എടുത്തു പറയുന്നതാണ്. ഇതുപോലെയുള്ള ആളുകളാണ് 8-10 ആൾക്കാർ ആ ശ്രേണിയിലുള്ളത്. ആ പിന്നെ അവരാണ് ആ പുസ്തകം ഇറക്കിയത്. അപ്പം ഈ ആസാദാക്ക് ചെയ്ത ഒരു പ്രവർത്തനം എന്താ വെച്ചാൽ 2016 അദ്ദേഹത്തിന് കീഴിലുള്ള കമ്മിറ്റി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ കോപ്പികൾ അവൈലബിൾ അല്ലാത്ത ഈ സ്മാരക ഗ്രന്ഥത്തിന്റെ ഒരു പുതിയ പതിപ്പ് ഇറക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ പുതിയ പതിപ്പ് അന്ന് അതിന് ഒരു എഡിറ്ററായി വെച്ചത് എന്നെയായിരുന്നു. അത് അതിൽ ചില വേറെ ചിലതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പിന്നെ വൈദ്യർ അക്കാദമിയുടെ വക ഏഷ്യൻ വൈദ്യരുടെ ഒരു സ്പെഷ്യൽ പതിപ്പ് PA സെയ്ദ് മുഹമ്മദിന് ഡെഡിക്കേറ്റ് ചെയ്ത ഒരു പതിപ്പ് കൊച്ചിയിൽ വെച്ചിട്ട് അന്ന് പ്രകാശനം ചെയ്യുകയുണ്ടായി. ആ പരിപാടിയിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് ഭാര്യ ഖദീജ ടീച്ചറും മക്കളെ, അന്ന് ജാസ്മിനിയുടെ നാട്ടിലില്ല, മറ്റ് 2 മക്കളും ഒക്കെ പങ്കെടുത്തിരുന്നു. അങ്ങനെ ഒരു പരിപാടി നടന്നു. അന്ന് വളരെ വലിയ ജനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. കാരണം അതൊക്കെ അവിടെ സംഘടിപ്പിക്കാൻ സാധിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇദ്ദേഹത്തെ ഓർമ്മിക്കാനും നിലനിർത്തുവാനും ഇദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ വരും തലമുറകൾക്ക് പിന്നെ കൈമാറുവാനുമുള്ള ഏറ്റവും നല്ല ശ്രമം അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ വീണ്ടെടുക്കുകയും അത് പുനഃപ്രസിദ്ധീകരിക്കുകയും അത് നമ്മുടെ ഭാവി തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യുകയാണ്. അത്തരം സംരംഭങ്ങളെ കുറിച്ച് ഗൗരവമായി ആലോചിക്കുവാൻ ഇതുപോലുള്ള ചടങ്ങുകൾ ഉപകരിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു.